അവൻ ആനക്കാട് പപ്പനല്ല. ആനക്കാട് പപ്പൻ മരിച്ചിട്ട് 15 വർഷങ്ങൾ കഴിഞ്ഞു. ആന എപ്പോഴാ ചരിഞ്ഞത്? അത് പറയണമെങ്കിൽ ഒരുപാട് പറയണം. അത് കേൾക്കാൻ എനിക്കിപ്പോ സമയമില്ല. അപ്പൊ പിന്നെ ഈ വീട്ടിൽ അണ്ടർവെയറും ബനിയനും ഇട്ട് തെക്ക് വടക്ക് കിടക്കുന്ന ആ പരാന്നജീവി ആരാണ്? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. പേടിക്കണ്ട, അക്കാര്യം എനിക്ക് വിട്ടേരെ. ഇൻവെസ്റ്റിഗേഷൻ എനിക്ക് എപ്പോഴും ഒരു ത്രില്ലാണ്. എനിക്ക് മനസ്സിലറിഞ്ഞിട്ട് ചോദിക്കുക, താൻ ഏത് ആനയുടെ പാപ്പാനാ? പാപ്പാനല്ലടാ, പപ്പൻ. ആനക്കാട്ട് പപ്പൻ. ഫ്രാഡാണല്ലേ? ഞങ്ങൾ പുത്തൂരം വീട്ടുകാരെ തനിക്ക് ശരിക്കും അറിയാൻ മേലാഞ്ഞിട്ടാ. ഇവിടെ കിടന്ന് അഭ്യാസം കാണിച്ചാൽ തല്ലിക്കൊന്ന് കൊക്കയിലെറിയും. അതിന് പ്രസിദ്ധി പറ്റവരാ പുത്തൂരം വീട്ടുകാര്. അറിയാമോ തനിക്ക്? തന്നോടാ ചാലക്കുടി മൂസാഹാജാരുടെ ഭാര്യയുടെ 25 പവൻ സ്വർണം അടിച്ചു മാറ്റി. എറണാകുളത്ത് ജൂവലറി ഉടമസ്ഥന്റെ കാറ് മോട്ടിച്ചു. പാലക്കാട് ചെട്ടിയാരുടെ ഭാര്യയെ പൊക്കിക്കൊണ്ടുപോയി. ഇതിനെല്ലാം പോലീസ് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാ മതി, ആ നിമിഷം നീ അകത്താ. പറയടാ, ഞാൻ ആരാ? പാപ്പാൻ അല്ല, പപ്പൻ. എന്റെ പപ്പേട്ട. मैं उस्ताद होगा, उस्ताद हूँ. समझा? उसका पट्टा. ओड़ा. എന്തൊരു ശക്തി! चल 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 കിഷോർ കുമാർ. ഇതാര് രാമൻകുട്ടിയോ? എടാ, രാവിലെ എഴുന്നേറ്റ് ഒരര മണിക്കൂർ നേരം എന്നെ പോലെ ഓടണം. 80-ാം വയസ്സിലും എന്നെ ചുരുക്കുന്ന രഹസ്യം ഈ ഓട്ടമല്ലേ? മുടങ്ങാതെ 30 ദിവസം ഓടിയാൽ ഈ താടി നേരെയായി കിട്ടണം. ഒന്നും പറയണല്ലേ ദുർഗെ, ഇവൻ ഭയങ്കര തമാശക്കാരനാ. 50 കഴിഞ്ഞ എന്നോട് ഇവൻ ബലം പ്രയോഗിക്കാൻ വരുന്നു. എന്റെ പൊന്നു കുട്ട, നീ എത്ര ബലം പിടിച്ചാലും ജയിക്കാൻ പോകുന്നത് ഈ ആനക്കാട് അപ്പം തന്നെയായിരിക്കും. ബീബി മസ്തല്ല.